കൂട്ടുകാരെ നമ്മളിപ്പോ പാരഡൈസ് ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. അവിടെ ഇതാണ് ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറഞ്ഞാല്. കാരണം ശരിക്കും പാരഡൈസ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപിന് സമാനമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് ഇവിടെ നിന്ന് ബോട്ടിന് വേണം, നമ്മൾ ടിക്കറ്റ് എടുത്ത് ബോട്ടിന് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ടിക്കറ്റ് ചാർജിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, അപ്പൊ അതെല്ലാവരും കാണണം. പിന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പോകേണ്ട ഒരു ബീച്ച് തന്നെയാണ് പാരഡൈസ് ബീച്ച്. കാരണം ഒരു മിനി ഗോവയാണ് പാരഡൈസ് ബീച്ച് എന്ന് പറഞ്ഞാലേ. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈ കാണുന്ന ബോട്ട് ഇട്ടിട്ടാണ് നമുക്ക് യാത്ര തുടങ്ങേണ്ടത്. വലിയ ബോട്ടിന് പ്രത്യേകം ചാർജ് ഉണ്ടെന്നാണ് അവിടെ തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചത്. നമ്മൾ ആ മീഡിയം ടൈപ്പ് ബോട്ടിലാണ് യാത്ര തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ചാർജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയൊരു ബോട്ട് അവിടെ കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ബോട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് യാത്രയിൽ പറയാം. ബോട്ട് യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ബോട്ട് സാമാന്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും ആ വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോയത്. പിന്നെ രണ്ട് സൈഡിലുള്ള ദ്വീപുകളുണ്ട് ഒരുപാട്. ആ ദ്വീപുകളിലേക്കുള്ള കാഴ്ചകൾ എല്ലാം വളരെ മനോഹരമായിരുന്നു. പിന്നെ വലിയൊരു സ്പീഡ് ബോട്ട് വന്നായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഓപ്പോസിറ്റ് പോയപ്പോൾ. ആ കാഴ്ച നിങ്ങളിപ്പോൾ കാണുന്നത്. ആ സ്പീഡ് ബോട്ടിൽ കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ അടക്കണം. അത് നമ്മുടെ പാരഡൈസ് ബീച്ചിൽ നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ ഈ ബോട്ട് വീട്ടിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. അതവിടെ ബോട്ട് സ്റ്റേഷനിൽ തിരക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ബോട്ടിൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഇപ്പം കാണുന്ന ആ പ്രവൃത്തി ചെയ്തു. ബോട്ടിട്ട് ഒലച്ചിട്ടിരിക്കണ്, പിന്നെ നേരെ ബോട്ടിട്ട് കറക്കണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഗരുഡ പാർക്കിൽ പോയപ്പോൾ ഒരു ബോട്ടിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഡ്രൈവറും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു വേറെ എങ്ങും അങ്ങനത്തെ ഒരു ഫീൽ വന്നിട്ടില്ല. ഇവർ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നൊരു പരിപാടിയാണ്. പിന്നെ ഞാനും അല്പനേരം ബോട്ട് ഓടിക്കാനായിട്ട് മേടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ കുറച്ചു നേരം ഞാനും ബോട്ട് ഓടിച്ചു. അത് കഴിഞ്ഞ് നേരെ തൊട്ടടുത്തായിട്ട് ഇപ്പം ഏകദേശം നമ്മൾ പാരഡൈസ് ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ബീച്ചിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ എല്ലാവരും നേരെ ബീച്ചിലേക്ക് ഇറങ്ങാൻ തയ്യാറായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന വല വീശുന്ന കാഴ്ചയാണ്. കാരണം ഒരുപാട് മീൻപിടുത്തക്കാർ അവിടെ വെള്ളത്തിൽ ഇറങ്ങിയാണ് മീൻ പിടിക്കുന്നത്. അതിൻ്റെ തൊട്ടുപറ്റേ കാണുന്നതാണ് പാരഡൈസ് ബീച്ചിൻ്റെ ഏരിയ. നമ്മൾ ഏകദേശം ആ ബോട്ട് കെട്ടിയിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഈ കാണുന്ന സ്ഥലം കണ്ട. നമ്മളിപ്പോൾ അകത്തേക്കുള്ള യാത്രയിലാണ്. കണ്ട ഇതാണ് സ്റ്റാർട്ടിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പാരഡൈസ് ബീച്ചിൻ്റെ. നിറച്ച് ഓല കൊണ്ടുള്ള ഒരു പ്രവേശന കവാടവും നേരെ അതിൻ്റെ പറ്റയുള്ള നടപ്പാതയും. ഇതങ്ങനെ ചെല്ലുമ്പോൾ നിറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര മനോഹരമാണ്. മിനി ഗോവ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പാരഡൈസ് ബീച്ച്. അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. ഇവിടുത്തെ മനോഹാരിത അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ വേറൊരു രീതിയിലേക്ക് വഴി കിട്ടും. നിങ്ങളാ കാഴ്ച കാണാൻ പറ്റും. ആകാശത്തിൻ്റെ കളറും ആ കടലിൻ്റെ ഒരു പ്രസരിപ്പും അതൊക്കെ കൂടെ ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ ഈ കാണുന്നത് ബാർ ആൻഡ് സ്നാക്സ് കൗണ്ടറാണ്. അതും ഭയങ്കര ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഓലമേഞ്ഞുകൊണ്ട് നമ്മുടെ മുള കൊണ്ടാണ് ആ അകത്തൊക്കെ കെട്ടിയിരിക്കുന്നത്. ആ കൗണ്ടറൊക്കെ ഭയങ്കര ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടുത്തെ വില വിവര പട്ടികയുണ്ട്. എല്ലാം നല്ല തണുത്ത സംഭവങ്ങളെല്ലാം അവിടെ കിട്ടും. അതായത് നമ്മുടെ മദ്യം ഉൾപ്പെടെ എല്ലാ ഡ്രിങ്ക്സും അവിടെ കിട്ടും. இவங்க நம்ம பிரதேஷ் தானே, சென்னை. സെയിം ടീഷർട്ട് തന്നെ, സെയിം ടീഷർട്ട്. ഇവங்க ചെന്നൈ, ഞാൻ കേരള. ஆனா எல்லாரும் இந்தியன் தானே. அப்ப எல்லாரும் பார்த்ததுக்கு ரொம்ப சந்தோஷம். எல்லாரும் பார்த்ததுக்கு ரொம்ப சந்தோஷம். பார்க்கலாம். ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ ബീച്ചിലേക്ക് എത്തിക്കഴിയുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുടിലുകളും മറ്റുമാണ് ഈ കാണുന്നത്. കാരണം എല്ലാം ഓല കൊണ്ട് തന്നെ ചെയ്തതാണ്. അത്രയും മനോഹരമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആകാശത്തിൻ്റെ കളറും കൂടി ഒത്തു വന്നപ്പോൾ അതിഗംഭീരമായി ആ കാഴ്ചകൾ. നിങ്ങളെല്ലാവരും പോയി കാണണം കേട്ടോ പാരഡൈസ് ബീച്ച്.